അനിൽ വിളയിൽ ഈ ശബരിമലയിലെ സ്വർണത്തിന് കണക്കുണ്ടോ? ഇപ്പോൾ ദേവസ്വം ബോർഡ് പറയുന്ന 99 മുതലുള്ള രേഖകൾ അത് അവ്യക്തമാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനൊന്നും കണക്കില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ശബരിമലയെ പറ്റി പറയുമ്പോൾ ഏറ്റവും വലിയ ഒരു തട്ടിപ്പ് വെട്ടിപ്പ് കേന്ദ്രമായി ഇന്ന് ശബരിമല മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനം ഇന്ന് മോഷണത്തിനും ചൂഷണത്തിനും വേണ്ടിയുള്ള ഒരു ബോർഡായി മാറിയിരിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡല്ല ഇന്ന് ശബരിമലയിലെ കാര്യങ്ങൾ നടത്തുന്നത്. അതിന് ചില ഏജന്റുമാരാണ്, ചില നിക്ഷിപ്ത താല്പര്യമുള്ള മുതലാളിമാരാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ എല്ലാം അവസാന വാക്ക്. ശബരിമലയിലെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, മെമ്പർമാർ, ശബരിമല തന്ത്രി, ശബരിമലയിലെ മേൽശാന്തിമാർ, അവരെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില വ്യക്തികൾ ഇന്ന് ശബരിമല ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അല്ലെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കുട പിടിച്ചു കൊടുത്തത് ഈ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ്. നമ്മൾ ശബരിമലയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ശ്രീ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി സൂചിപ്പിക്കുകയുണ്ടായി, ഈ നാഷണലൈസ്ഡ് ബാങ്ക് ആയിട്ടുള്ള ധനലക്ഷ്മി ബാങ്കില് നിയമനം കൊടുക്കാൻ അധികാരമില്ല എന്ന്. അദ്ദേഹത്തിന് ഈ നാഷണലൈസ്ഡ് ബാങ്ക് എന്താ, ഷെഡ്യൂൾഡ് ബാങ്ക് എന്താണ്, സഹകരണ ബാങ്ക് എന്താണെന്ന്, ചുക്ക് എന്താ, ചുണ്ണാമ്പ് എന്താണെന്ന് അറിയാതെ ആരോ എഴുതി കൊടുത്ത പേപ്പർ നോക്കിയാണ് അദ്ദേഹം ഈ ചർച്ചയിൽ നടക്കുന്നത്. ഏതോ ഇടതുപക്ഷത്തിലെ ബുദ്ധിജീവി വാട്സാപ്പിൽ നോക്കി എന്തോ എഴുതി കൊടുത്തു. എന്റെ ബഹുമാനപ്പെട്ട ജലീൽ, താങ്കൾ മനസ്സിലാക്കേണ്ടത് ധനലക്ഷ്മി ബാങ്ക് എന്ന് പറഞ്ഞൊരു നാഷണലൈസ്ഡ് ബാങ്ക് അല്ല, അതൊരു ഷെഡ്യൂൾഡ് ബാങ്കാണ്. ഷെഡ്യൂൾഡ് ബാങ്കിൽ അപ്രകാരമൊക്കെ നിയമനം നടത്തുന്നതിന് യാതൊരു വിധമായ പരിമിതിയുമില്ല. നിങ്ങളൊക്കെ നാട്ടിൻപുറത്തെ സർവ്വ സഹകരണ ബാങ്കുകളിലും സഖാക്കന്മാരെ എപ്രകാരമാണോ കുത്തിത്തിരികി കയറ്റുന്നത്, അതേപോലെയൊക്കെ നിക്ഷേപം കൊടുക്കുന്നവരെയും വലിയ പണച്ചാക്കുകളെയും അവരുടെ വീട്ടിലുള്ള ആൾക്കാരെയും ഒക്കെ നിയമിക്കാൻ ഈ ഷെഡ്യൂൾഡ് ബാങ്കുകൾക്ക് സാധിക്കും. അപ്രകാരമുള്ള ഒരു ഷെഡ്യൂൾഡ് ബാങ്കാണ് ധനലക്ഷ്മി ബാങ്ക്. ഞാൻ വേണമെങ്കിൽ താങ്കളോട് സ്വകാര്യമായിട്ട് പറയാം, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ചില വ്യക്തികൾ അല്ലാത്ത കാരണത്താല് അവരെ പറ്റി മോശമായി പറയരുതല്ലോ എന്ന് വെച്ച് തന്നെയാണ് എത്രയോ ദേവസ്വം ബോർഡ് മെമ്പർമാരുടെ മക്കളും കൊച്ചുമക്കളും ചെറുമക്കളും ഒക്കെ തന്നെ ഈ ധനലക്ഷ്മി ബാങ്കിൽ ജോലി ചെയ്യുന്നു. എന്താണ് കാരണം? ധനലക്ഷ്മി ബാങ്കിന്റെ പ്രധാനപ്പെട്ട നിക്ഷേപകർ എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. ആ ദേവസ്വം ബോർഡിന്റെ നിക്ഷേപം കിട്ടുന്നതിന്റെ പ്രത്യുപകാരം എന്ന രീതിയിലാണ് ഇപ്രകാരമുള്ള നിയമനമെന്ന് അരിയാഹാരം കഴിക്കുന്ന, മണ്ണിൽ കൂടെ നടക്കുന്ന എല്ലാവർക്കും അറിയാം. ഇതൊരു തട്ടിപ്പ് തന്നെയാണ്. ശബരിമലയിൽ ധാരാളം തട്ടിപ്പുകളാണ് നടക്കുന്നത്. അന്നദാന പ്രഭുവാണ് ശബരിമലയിലുള്ളത്. ഈ അന്നദാന പ്രഭുവിന്റെ പേരിൽ നിലയ്ക്കലിലെ 2-3 വർഷങ്ങൾക്ക് മുമ്പ് എത്ര കോടി രൂപയാണ് ജയപ്രകാശ് എന്ന് പറയുന്നൊരു ഉദ്യോഗസ്ഥൻ, വാസുദേവൻ പോറ്റി എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥൻ, രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ, ഈ ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തില് 1 കോടി രൂപ അന്നദാനം നടത്തി, പച്ചക്കറി മേടിച്ചു, പലചരക്ക് മേടിച്ചു, അയ്യപ്പന്മാർക്ക് കഞ്ഞി വെക്കാൻ അരി മേടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കള്ളക്കണക്കുണ്ടാക്കുകയായിരുന്നു. അവിടെ ഏകദേശം പച്ചക്കറി കൊടുത്ത അല്ലെ പലചരക്ക് കൊടുത്ത മുതലാളി, കൊല്ലത്തുള്ള മുതലാളി പറഞ്ഞു, ഞാൻ 30,90,000 രൂപയുടെ സാധനങ്ങളെ ആകെ നിലയ്ക്കലിലെ ഈ അന്നദാനത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ളൂ എന്ന് കള്ള രസീതുകളും കള്ള ബില്ലുകളും ഉണ്ടാക്കി 1 കോടി രൂപ തട്ടിച്ചെടുത്തു. 70 ലക്ഷം രൂപ പോക്കറ്റിലേക്ക് പോയി. ഇപ്രകാരം ഒരു ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന് 70 ലക്ഷം രൂപ തട്ടിക്കുകയാണെങ്കിൽ അതിന്റെ വീതം പല തട്ടുകളിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഒരു വ്യക്തി വിചാരിച്ചാലൊന്നും നടക്കില്ല. ജയപ്രകാശിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാസ്ക് ഇട്ടുകൊണ്ട് ഈ ജീപ്പിൽ ഇരുന്ന ഒരു കാഴ്ച താങ്കൾ വേണമെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്താൽ കണ്ടുപിടിക്കാൻ സാധിക്കും. താങ്കൾക്ക് ശബരിമല എന്താണെന്ന് അറിയില്ല, ചുക്ക് എന്താ ചുണ്ണാമ്പ് എന്നറിയാത്ത താങ്കളാണ് ശബരിമലയെ പറ്റി പറയാൻ വന്നിരിക്കുന്നത്. താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ വഖഫ് ബോർഡ് ഉണ്ടല്ലോ, താങ്കൾ ഒരു ഇസ്ലാമിക വിശ്വാസിയാണെന്ന് കരുതിയാണ് ഞാൻ പറഞ്ഞത്, ദയവായി ക്ഷമിക്കണം. ഇസ്ലാമിക സംവിധാനങ്ങൾ നിയന്ത്രിക്കുന്നതിന് വഖഫ് ബോർഡ് ഉണ്ടല്ലോ രാജ്യത്ത്. ഇസ്ലാമിക വിശ്വാസികളാണല്ലോ ഈ വഖഫ് ബോർഡിനെ നിയന്ത്രിക്കുന്നത്. പക്ഷേ ഈ കേരളത്തിലെ ദേവസ്വം ബോർഡുകളെ നിയന്ത്രിക്കുന്ന വ്യക്തികളെ എപ്രകാരം ഭക്തരാണ്, വിശ്വാസികളാണെന്ന് പറയാൻ സാധിക്കും? ഈ ദേവസ്വം ബോർഡിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ആരാണ്? നമ്മുടെ നിയമസഭയിലെ ഹിന്ദു സാമാജികരാണ്. ഈ ഹിന്ദു സാമാജികരിൽ ഇന്ന് ബഹുഭൂരിപക്ഷവും ആരാണ്? ദൈവത്തിനെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളവരല്ല. ഞങ്ങൾക്ക് ദൈവമില്ല, വിശ്വാസമില്ല എന്ന് പറയുന്ന വ്യക്തികൾ തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. എന്ന് പറഞ്ഞാല് കള്ളന്മാർക്ക് വേണ്ടി കള്ളന്മാരാൽ നടത്തപ്പെടുന്ന കള്ളന്മാരുടെ ഒരു പ്രസ്ഥാനമായിട്ട്, അല്ലെങ്കിൽ അവിശ്വാസികളാൽ നിയന്ത്രിക്കപ്പെടുന്ന, അവിശ്വാസികളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന അവിശ്വാസികളുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്. അതേ സാഹചര്യം തന്നെയാണ് എന്റെ സുഹൃത്ത് BJP പ്രതിനിധി സൂചിപ്പിക്കുകയുണ്ടായി. കേരളത്തിലെ അടുത്ത കാലത്ത് കാലുമാറി വരുന്ന വ്യക്തികൾക്ക് വേണ്ടി
ഒഴിച്ചിട്ടിരിക്കുന്ന റിസർവേഷൻ സീറ്റാണ് കേരളത്തിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ. കോൺഗ്രസിൽ നിന്നപ്പോൾ എന്തോ കിട്ടാതെ വന്നതുകൊണ്ട് കാലുമാറി വന്ന പ്രശാന്ത്, മലബാർ ദേവസ്വം ബോർഡിലെ BJPയിൽ നിന്ന് കാലുമാറി എന്തോ കിട്ടാതെ വന്ന വാസു മാസ്റ്റർ, കൊച്ചി ദേവസ്വം ബോർഡിൽ MR മുരളി, ഇത്തരത്തിലുള്ള കാലുമാറികൾ നടത്തുമ്പോൾ എന്ത് ധാർമ്മികതയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ളത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ജലീലിന് അറിയാമോ വ്യാളി മുഖം എന്താണ്, ദ്വാരപാലകർ എന്താണ് എന്നൊന്നും അറിയാതെ പേപ്പറിൽ കുറിച്ചു വെച്ച് എന്തോ കാര്യം എഴുന്നള്ളിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ശബരിമലയിലെ അരവണയിലെ ഏലത്തിനകത്ത് രാസവസ്തു കണ്ടു എന്ന് പറഞ്ഞ് നശിപ്പിക്കാനുള്ള ഒരു നടപടിയുണ്ട്. ആന ചത്താലും പൈസ, ആന ജീവിച്ചിരുന്നാലും പൈസ എന്ന് പറയുന്ന അവസ്ഥയാണ് ശബരിമലയിലെ കാര്യങ്ങൾ. ഈ ശബരിമലയിൽ അരവണയുടെ പിന്നിൽ കോടാനുകോടി രൂപയുടെ തട്ടിപ്പുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഈ അരവണ നശിപ്പിക്കാൻ വേണ്ടി തട്ടിപ്പ്. അതാ ഞാൻ പറയാം, ആന ജീവിച്ചിരുന്നാലും പൈസ, ആന ചരിഞ്ഞാലും പൈസ എന്ന് പറയുന്ന അവസ്ഥയാണ്. ഈ ശബരിമലയിലെ ഈ അരവണ നശിപ്പിക്കാൻ വേണ്ടി ടെൻഡർ വിളിച്ചു. 3-4 കൂട്ടർ ടെൻഡർ കൊടുത്തു. ഒരു പന്തളം സ്വദേശിയായ ചെറുപ്പക്കാരന്, ഈ മേഖലയിൽ പരിചയമുള്ള ഒരു ചെറുപ്പക്കാരന് 65 ലക്ഷം രൂപ കോട്ട് ചെയ്തപ്പോൾ ഏറ്റുമാനൂർ, ആ ബന്ധം നിങ്ങൾ നോക്കണം, ദേവസ്വത്തിലെ ഏറ്റവും പ്രമുഖരായ വ്യക്തിയുടെ കോട്ടയം ജില്ലാ പശ്ചാത്തലവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കോട്ടയം ജില്ലയിൽ ഈ മേഖലയിലൊന്നും വലിയ പരിചയമില്ലാത്തൊരു ഏജൻസിക്ക് ഏകദേശം 1.25 കോടി രൂപയ്ക്കാണ് ശബരിമലയിലെ അരവണ നശിപ്പിക്കാൻ ടെൻഡർ കൊടുത്തത്. നിസ്സാരമല്ല. പന്തളം സ്വദേശിയായ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇത് നശിപ്പിക്കുമ്പോൾ ഇതിനകത്തുനിന്ന് കിട്ടുന്ന പായസം ഞങ്ങൾ മത്സ്യങ്ങൾക്കുള്ള ഭക്ഷണ വസ്തുവാക്കി മാറ്റാം, അതിനകത്തെ പേപ്പർ ഞങ്ങൾ കത്തിച്ചു കൊടുക്കാം, അതിന്റെ അടപ്പ് സ്ക്രാപ്പായിട്ട് വിൽക്കാം തുടങ്ങിയ പ്രോജക്റ്റ് മുമ്പോട്ട് വെച്ചു. ഇപ്പോൾ ഏറ്റുമാനൂരിലെ ഏതോ ഒരു സ്ഥാപനം, ഏറ്റുമാനൂർ കണക്ഷൻ വ്യക്തമാണ് ഞാൻ പറയുന്നത്, ഏറ്റുമാനൂരിലെ ഏതോ ഒരു സ്ഥാപനം ഏതോ ഒരു റബ്ബറും തോട്ടത്തിൽ കൊണ്ടുമൂടി 1.25 കോടി രൂപയാണ് ശബരിമലയിലെ അരവണ നശിപ്പിക്കാൻ വേണ്ടി തട്ടിയെടുത്തത്. നിസ്സാരമായിട്ട് തള്ളാൻ സാധിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ശബരിമല എന്ന് പറയുന്നത് മരാമത്ത്. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് മരാമത്തിന് ഓഡിറ്റേ ഇല്ല. ഞാൻ ജലീൽ പുനലൂരിനെ വെല്ലുവിളിക്കുകയാണ്. അദ്ദേഹം ആദ്യം പറഞ്ഞു ദേവസ്വം നിയമത്തിലുണ്ട്, ഏതെങ്കിലും വസ്തു അയ്യപ്പന് കൊടുത്താൽ അത് നന്നാക്കുന്ന ചുമതലയും ആ ഭക്തനാണെന്ന്. ചുമ്മാ അത് വിഡ്ഢിത്തം പറയില്ല ജലീൽ പുനലൂരെ. ദേവസ്വം നിയമം താങ്കൾ കണ്ടിട്ടേ ഇല്ല, ശബരിമലയിലെ അകത്തുള്ള ഭഗവാനെയും താങ്കൾ കണ്ടിട്ടില്ല. പിന്നെ താങ്കൾക്ക് എന്ത് യോഗ്യതയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ? താങ്കൾക്ക് ഒരു യോഗ്യതയുമില്ല. ഇടതുപക്ഷ പ്രതിനിധി എന്ന് പറയുന്നതിനപ്പുറം യാതൊരു യോഗ്യതയും ഇല്ലാതെ വന്നുകൊണ്ട് ഈ പിണറായി എന്ന് ചോദിക്കുമ്പോൾ മോഡി എന്ന് ഉത്തരം പറയുക, ശബരിമല എന്ന് ചോദിച്ചപ്പോൾ അയോധ്യ എന്ന് പറയുക. ഇതൊക്കെയാണ് ഈ കാടടച്ച് വെടിവെച്ചുകൊണ്ട് ചർച്ചയിൽ നിന്ന് പോകുന്ന ഒരു പരിശ്രമം ശരിയല്ല. ശബരിമലയിൽ നമ്മൾ ശ്രദ്ധിക്കണം, കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ വർഷം ശബരിമലയിലെ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സ്വദേശി ദർശൻ പ്രോജക്ട് എന്ന പേരിൽ 45 കോടി 12 ലക്ഷം രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തത്. എവിടെ ജലീലെ ആ പൈസ? അത് ലാപ്സാക്കി കളഞ്ഞില്ലേ? ഇവിടുത്തെ ഹിന്ദുവിന്റെ മണ്ടയ്ക്ക് എന്തും കാട്ടിക്കൂട്ടാം. കേന്ദ്രം കൊടുക്കുന്ന പൈസയൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഈ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ വരുമ്പോൾ മോഡിയുടെ ഫോട്ടോ വെക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷ മന്ത്രിസഭ തയ്യാറാകുന്നില്ല. ഇത് മോഡി തന്ന പൈസയാണെന്ന് പറയാൻ നാണമാണ്. അക്കാരണത്താലാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഉരുണ്ടുകളികൾ നടക്കുന്നത്. മരാമത്ത് പണികൾക്ക് 2 വർഷങ്ങൾക്ക് മുമ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ വിജിലൻസിന്റെ അന്വേഷണത്തിന്റെ റിപ്പോർട്ടുണ്ട്. 4 കോടി രൂപയുടെ അഴിമതിയാണ് നടന്നിരുന്നത്. 270 സ്ഥലങ്ങളിലെ ക്ഷേത്രങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, മരാമത്ത് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നടന്നതിനകത്തെ തട്ടിപ്പാണ് 4 കോടി രൂപ. ഈ 4 കോടി രൂപയില് 160 ലക്ഷം രൂപ, 1 കോടി 60 ലക്ഷം രൂപയുടെ മാവേലിക്കര സബ് ഗ്രൂപ്പിൽ നടന്ന വെട്ടിപ്പ് തന്നെ 60 ലക്ഷമാണ് എന്നാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. നോക്കണം, ഒറ്റ ഗ്രൂപ്പിലെ മാവേലിക്കര ഗ്രൂപ്പിൽ തന്നെ നടന്ന അഴിമതി കണ്ടുപിടിച്ചത് ഈ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച കേന്ദ്ര ഏജൻസി ഒന്നും അല്ല, ഈ കേരളത്തിലെ പോലീസിന്റെ ഉദ്യോഗസ്ഥർ തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ വിജിലൻസിലെ ഉദ്യോഗസ്ഥരായിട്ടിരിക്കുന്നത്. 160 ലക്ഷത്തിലെ 60 ലക്ഷത്തിന്റെ വമ്പൻ വെട്ടിപ്പാണ് നടന്നത്. ഇങ്ങനെ നിരവധിയായ ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കും. ശബരിമലയിലെ ഫെസിലിറ്റേഷൻ കാർഡ് 2 വർഷങ്ങൾക്ക് മുമ്പ് പരമ്പരാഗതമായിട്ടുള്ള കാനന പാത ഉപയോഗിക്കുന്നവർക്ക് പെട്ടെന്ന് ദർശനം കിട്ടാൻ വേണ്ടി ഏർപ്പാടാക്കിയ ഒരു സംവിധാനമാണ്. ഈ ജലീലിന് ഇതൊന്നും അറിയത്തില്ല. പരമ്പരാഗത പാത എന്താണ്, സ്വാമി അയ്യപ്പൻ റോഡ് എന്താണ്, പമ്പ പാത എന്താണെന്ന് ഒന്നും അറിയാതെ പേപ്പറിൽ കുറിച്ചുകൊണ്ട് വന്ന് ചർച്ചയ്ക്ക് ഇരിക്കരുത്. ദയവായിട്ട് താങ്കളൊന്ന് വിചാരിക്കണമായിരുന്നു, ഈ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ എനിക്ക് ഇതിനുള്ള യോഗ്യതയൊന്നുമില്ല, ശബരിമല ശാസ്താവിനെ പറ്റിയോ ദേവസ്വം ബോർഡിനെ പറ്റിയോ പറയാനുള്ള കഴിവും പ്രാപ്തിയും ഒന്നും എനിക്കില്ല എന്ന് തോന്നി താങ്കൾ ഔചിത്യത്തോടു കൂടി ഈ ചർച്ചയിൽ ചിലപ്പോൾ അനിൽ നമ്പ്യാർ
സർക്കാരെ ഞാൻ മോശമായിട്ട് പറയില്ല, അദ്ദേഹം ക്ഷണിച്ചത് കൊണ്ടായിരിക്കും പങ്കെടുത്തത്. പക്ഷെ താങ്കൾ ഔചിത്യം കാണിക്കേണ്ടിയിരുന്നു ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ. ശബരിമലയിലെ ഫെസിലിറ്റേഷൻ കാർഡിന്റെ മറവില് 4000 പേർക്ക് ഫെസിലിറ്റേഷൻ കാർഡ് വിതരണം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അതിന്റെ മറവിൽ 20,000 കാർഡുകൾ വിതരണം ചെയ്ത് വൻ തട്ടിപ്പ് നടത്തി. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ് ഇത് കണ്ടുപിടിച്ചത്. ഹൈക്കോടതി കണ്ടുപിടിച്ചു. നമ്മൾ നോക്കൂ അനിൽ നമ്പ്യാർ, കേരളത്തിൽ എത്രയോ ഡിപ്പാർട്ട്മെന്റുകൾ സർക്കാരിനുണ്ട്. എന്തുകൊണ്ടാണ് ദേവസ്വത്തിന് മാത്രമായിട്ടൊരു ബെഞ്ച് വന്നത്? എന്തുകൊണ്ടാണ്? കാരണം ഈ ഹൈക്കോടതിക്ക് അറിയാം, ഈ മാറി മാറി ഭരിച്ചിട്ടുള്ള ഇടതിന്റെ ദേവസ്വം ബോർഡ് മെമ്പർമാരും വലതിന്റെ ദേവസ്വം ബോർഡ് മെമ്പർമാരും ശബരിമലയും ദേവസ്വം ബോർഡിനെയും കറവപ്പശുവാക്കുന്നു, വിശ്വാസികളെ പറ്റിക്കുന്നു, പണം ഉണ്ടാക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഒരു നിയന്ത്രണത്തിന് വേണ്ടിയാണ് ദേവസ്വം ബെഞ്ച് എന്ന് പറയുന്നത്. ഭരണഘടനയിലുള്ള സംവിധാനമൊന്നുമല്ലല്ലോ. ഇതിനൊക്കെ പിണറായിയുടെ കൂടി ഒത്താശയുണ്ട്. ഇതിന് പിണറായിയുടെയും വാസവന്റെയും ഒക്കെ പിന്തുണയും ഒത്താശയുമുണ്ട്. ശബരിമലയില് എയർപോർട്ട് വരണം തുടങ്ങിയ അജണ്ടകൾ അവർക്കുണ്ട്. ശബരിമലയിലെ വനവുമായി ബന്ധപ്പെട്ട ധാരാളം കേസുകൾ ഉണ്ടായിരുന്നു. ഈ കേസുകൾ സത്യസന്ധമായിട്ടും സുതാര്യമായും നടത്തിയിരുന്ന വനം വകുപ്പിന്റെ ഒരു പ്ലീഡർ ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ. പേര് സുശീല ഭട്ട് എന്നായിരുന്നു. ആ സുശീല ഭട്ടിനെ എടുത്ത് കളഞ്ഞതാരാണ്? ഈ പിണറായി സർക്കാർ അധികാരത്തിൽ കയറ്റി ആദ്യം എടുത്ത തീരുമാനങ്ങളിലൊന്ന് ഏറ്റവും അഴിമതി രഹിതയായിട്ടുള്ള ഒരു അഭിഭാഷകയായിരുന്നു സുശീല ഭട്ടിനെ എടുത്തു കളഞ്ഞു. ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ ഒന്നിനൊന്നായിട്ട് കാണിക്കാൻ സാധിക്കും. ശ്രീ ജലീൽ മനസ്സിലാക്കണം, അയോധ്യ ഇഷ്യൂവിന്റെ അടിസ്ഥാനത്തിൽ ഭാരതത്തിലുള്ള ഹിന്ദുക്കളെ ഒന്നും ആരും പറ്റിച്ചിട്ടില്ല. താങ്കൾ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? അടിസ്ഥാനരഹിതമായിട്ടുള്ള ഈ ആരോപണങ്ങൾ വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ പിണറായിക്ക് തുല്യമാണ് അഖിലേന്ത്യാ ദേശീയ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ. സുതാര്യമായിട്ടാണ് നടക്കുന്നത്. ഈ അയോധ്യ നിർമ്മാണത്തിന് എത്ര കോടി രൂപ ഭക്തജനങ്ങൾ അവിടെ നൽകി എന്നുള്ളത് കണക്ക് താങ്കള് അയോധ്യ ക്ഷേത്രത്തിന്റെ സൈറ്റ് ഒന്ന് പരിശോധിക്കണം. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ജലീലിന് കാണിച്ചു തരാൻ സാധിക്കുമോ? സാധിക്കില്ല. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ലഭ്യമല്ല. കൊച്ചി ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് തയ്യാറാക്കുന്ന വേണുഗോപാൽ ആൻഡ് വേണുഗോപാൽ എന്ന് പറയുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫേമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തയ്യാറാക്കുന്ന ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് സംസ്ഥാന സർക്കാരിന്റെ. കള്ളനെയാണ് കാവലേൽപ്പിക്കുന്നത്, ഓർക്കണം. ഒരു സർക്കാർ ഡിപ്പാർട്ട്മെന്റ് കള്ളം കണ്ടെത്താൻ, കള്ളത്തിന് കൂട്ടുപിടിക്കാൻ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിനെ ചുമതലപ്പെടുത്തുന്ന സംവിധാനം. ഇങ്ങനെ സർവ്വ മേഖലകളിലും തട്ടിപ്പ് നടക്കുന്നു. ശ്രീ ജലീലെ, താങ്കൾക്ക് ഇതൊന്നും അറിയില്ല. താങ്കൾ ഒരു സത്യസന്ധനായ ഇസ്ലാമിക വിശ്വാസിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നടക്കുന്ന സർവ്വ തരികടകളും ഇപ്പോൾ ഭഗവാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ നിസ്സാര വ്യക്തിയൊന്നുമല്ല എന്റെ ജലീലെ. ഭഗവാൻ അതാത് കാലത്ത് കള്ളന്മാരെ ചൂണ്ടിക്കാണിക്കും, അസുരന്മാരെ നിഗ്രഹിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അല്ല ഇന്നുള്ളത്. തിരുവിതാംകൂർ അമ്പലം വിഴുങ്ങി ബോർഡാണ് ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അമ്പലം വിഴുങ്ങികൾ ഏത് അമ്പലത്തിൽ മോഷണം നടത്തിയാലും അവർക്കൊക്കെ അനുഭവം ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. താങ്കളോട് ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഭരിച്ചിട്ടുള്ള ഈ ദേവസ്വം മന്ത്രിമാരൊക്കെ തന്നെ അയ്യപ്പ ഭക്തന്മാരായിരുന്നു. ഒരൊറ്റ ഭക്തനും ദേവസ്വം ബോർഡ് ഭരിച്ചിട്ടില്ല. പക്ഷെ നിങ്ങളുടെ വഖഫ് ബോർഡ്, ഞാൻ നിങ്ങളെന്ന് ഉദ്ദേശിച്ചത് താങ്കളൊരു മുസ്ലിം നാമധാരി ആയതുകൊണ്ടാണ്. വഖഫ് ബോർഡിൽ ഇരിക്കുന്ന ആരാണ്? ഖുറാനെ വിശ്വസിക്കുന്നവര്, അള്ളാഹുവിനെ വിശ്വസിക്കുന്നവര്. പക്ഷെ ഈ നാട്ടിലെ ഹിന്ദുക്കളെ പറ്റിക്കാൻ എളുപ്പമാണ്. ഹിന്ദു ഉറങ്ങുകയാണ്, പക്ഷെ അവരൊക്കെ ഉണരാൻ തുടങ്ങി. അത് നിങ്ങൾ തിരിച്ചറിയണം. അതാണ് പന്തളം കണ്ട കാഴ്ച. അല്ലാതെ പമ്പയിൽ നിങ്ങൾ നടത്തിയ ആഗോള തട്ടിപ്പ് സംഗമത്തിന് എതിരായിട്ടൊന്നും അല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ശബരിമലയിൽ നിന്ന് ഇത് നന്നാക്കാൻ വേണ്ടി ചെന്നൈയിലേക്ക് സാധനം കൊണ്ടുപോയി. പമ്പയിൽ നിന്ന് ചെന്നൈയിൽ ഈ സാധനം എത്താൻ 1.25 മാസമാണ് എടുത്തത്. നിസ്സാരമല്ല. താങ്കൾ പറഞ്ഞ അവിടെ എന്ത് കൊടുത്താലും അത് നന്നാക്കാനുള്ള ചുമതല ആ ഭക്തനാണ്. ഞാൻ ചോദിച്ചോട്ടെ, താങ്കളോട് ഞാൻ ചോദിച്ചോട്ടെ, ശബരിമലയിലെ സ്വർണം പൊതിഞ്ഞത് ആരാണ്? താങ്കൾക്ക് അറിയില്ലല്ലോ. താങ്കൾക്ക് പറയാവോ? ശബരിമലയിലെ ക്ഷേത്രം സ്വർണം പൊതിഞ്ഞത് ആരാണ്? താങ്കൾക്ക് അറിയില്ല. താങ്കൾ ചുമ്മാതിരിക്കുകയാണ്. താങ്കളൊന്നും ഈ ചർച്ചയിൽ ദയവായിട്ട് വരരുത്. വിജയ് മല്യയാണ്. ഈ വിജയ് മല്യ ഇന്ന് ജയിലിലാണ് കിടക്കുന്നത്. ഈ കള്ളനായിട്ടുള്ള വിജയ് മല്യയെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ സ്വർണം പൊതിഞ്ഞത് ആരാണ്? ഒന്നുകിൽ ഇടത് മുന്നണിയുടെ ദേവസ്വം ബോർഡ്, അല്ലെങ്കിൽ വലത് മുന്നണിയുടെ ദേവസ്വം ബോർഡാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അന്നേരം രണ്ടു കൂട്ടരും കള്ളന്മാരാണ്. ഞാനോ വേറെ ഒരൊറ്റ വ്യക്തികളോ ഈ ദേവസ്വം ബോർഡിൽ ഇപ്പോഴത്തെ ഇടതുപക്ഷം മാത്രമാണ് കള്ളന്മാർ എന്ന് പറയുന്നില്ല. 1950 തുടങ്ങി നാളിതുവരെ BJPയോ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലെ ഒരൊറ്റ കാര്യകർത്താവ് പോലും ഭരണം നടത്തിയിട്ടില്ലല്ലോ ദേവസ്വം ബോർഡില്. നിങ്ങളാണ് മുഴുക്കള്ളന്മാർ, അമ്പലം വിഴുങ്ങികള്.
ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കാൻ കിടക്കുന്നത് മാത്രമേ ഉള്ളൂ. Yes. ഇതിന്റെയൊക്കെ അനുഭവമാണ് കേരളത്തിൽ പല കാലത്തും നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നു. അതാണല്ലോ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു കള്ളം അയ്യപ്പ ഭഗവാൻ നിങ്ങളുടെ ഈ പമ്പാ സംഗമത്തിന്റെ സമയത്ത് തന്നെ പുറത്തു കാണിച്ചത്. ഇനിയും ഓരോ ദിവസവും വരാനിരിക്കുകയാണ്. അയ്യപ്പൻ ഓരോ ദിവസവും ഓരോന്ന് ചൂണ്ടിക്കാണിച്ചു തരും. തീർച്ചയാണ്. അതാണ് കാലം എന്ന് പറയുന്നതും അയ്യപ്പ ഭഗവാൻ എന്ന് പറയുന്ന ആ ദൈവികമായിട്ടുള്ള പ്രവൃത്തി. താങ്കൾക്കൊന്നും അറിയത്തില്ല. അയ്യപ്പൻ ആരാ, ശാസ്താവ് ആരാ, മണികണ്ഠൻ ആരാണെന്നൊന്നും അറിയാത്ത താങ്കൾ ചുമ്മാതെ വന്ന് പേപ്പറിൽ കുറിച്ചുകൊണ്ട് ഒന്ന് സംസാരിക്കരുത് ശ്രീ ജലീൽ പുല്ലൂര്. Yes.